വിഷ്ണു, നമ്മുടെ രാഷ്ട്രത്തിന്റെ പ്രിയാമ്പിൾ വായിച്ചിട്ടുണ്ടോ? യെസ്, വായിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നൊരു വാചകമുണ്ട്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തുടങ്ങി സോവറിൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നൊക്കെ വാചകങ്ങൾ അതിനകത്ത് നിരത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അമിത്ഷാ ഒരു പൊതുചടങ്ങിൽ പറയുകയുണ്ടായി, യുവാക്കൾ ഭഗവത്ഗീത വായിക്കണമെന്ന്. എന്താണ് ഇതിനെപ്പറ്റി? ഏതെങ്കിലും ഒരു മതഗ്രന്ഥം വായിച്ചാൽ അവൻ നല്ലവനാവുമോ, അല്ലെങ്കിൽ അവൻ നന്നായി സംസാരിക്കുമെന്നോ, ആഹ് അവൻ നല്ല പ്രവൃത്തികൾ രാജ്യത്തിന് വേണ്ടി ചെയ്യുമെന്നോ എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു ഒരു മതഗ്രന്ഥം ചിലപ്പോൾ അവനെ നന്നാക്കിയേക്കാം. ഒരു മതഗ്രന്ഥം അവനെ നന്നായി അവനെ പരിപോലിച്ച് കൊണ്ടുവന്നേക്കാം. എന്നാൽ അത് വായിക്കുന്നതിലൂടെ അവൻ തന്നെ ചിലപ്പോൾ മറ്റ് മോശം പ്രവൃത്തികളിലേക്കും പോവാം. അതൊക്കെ ഒരാളുടെ വ്യക്തിപരമായ ഒരു സ്വഭാവം മാത്രമാണ്. നമുക്ക് ഈ ഗീത വായിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും നന്മയുണ്ടാവും, അല്ലെങ്കിൽ എല്ലാവരും നന്നായി ചെയ്യുമെന്ന് പറയുന്നത് ഇവിടെ സംസാരിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണെന്നും കൂടെ ഓർക്കണം. അദ്ദേഹമാണ് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഭഗവത്ഗീത വായിക്കുക, നമ്മൾ അതിന് തടസ്സമില്ല. പക്ഷേ ആ സമയം ഖുറാനെയും ബൈബിളും കൂടെ വായിക്കാൻ എന്തുകൊണ്ട് പറയുന്നില്ല, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് എന്തുകൊണ്ട് കടക്കുന്നില്ല? ഭഗവത്ഗീത മാത്രമല്ല, ഇവിടെ ഖുറാനുണ്ട്, ബൈബിളുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൂടെ യുവാക്കൾ വായിച്ചിരിക്കണമെന്നല്ലേ ഒരു ആഭ്യന്തരമന്ത്രി, അതും പറഞ്ഞതുപോലെ ജനാധിപത്യ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി പറയേണ്ടത്. അല്ലാതെ ഭഗവത്ഗീത വായിക്കണ്ട എന്നുള്ളതല്ല നമ്മുടെ വാദം. ഇത്തരത്തിൽ ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഈ ഒരു എഴുതപ്പെട്ട ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ഇത്തരത്തിൽ സൂചിപ്പിക്കുന്നത് ഒരു മതരാഷ്ട്രമാക്കാനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണോ, അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്കുള്ള ആ ഒരു പാതയിലേക്കാണോ എന്നൊക്കെ തോന്നിപ്പോകുന്ന രീതിയിലാണ്. അതെ, ഉറപ്പായിട്ടും. ഇപ്പോൾ കുറേ നാളുകളായിട്ട് നമുക്ക് ഇതുപോലുള്ള ഒരുപാട് പ്രസ്താവനകൾ കേൾക്കുന്നുണ്ട്. ഈ മോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്തരം ഒരു ഹിന്ദുത്വ അജണ്ട എല്ലാ മേഖലയിലേക്കും അല്ലെങ്കിൽ എല്ലാവരിലേക്കും അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നുണ്ട്. അത് വലിയൊരു പ്രശ്നം തന്നെയാണ് ഇവിടെ. വിശ്വാസം ഇപ്പോൾ ഭരണഘടനയിൽ തന്നെ മൗലിക അവകാശങ്ങളിൽ ആർട്ടിക്കിൾ 25 തൊട്ട് 28 വരെ ആണെന്ന് തോന്നുന്നു, മതവുമായി ബന്ധപ്പെട്ട് ഉള്ള അവകാശങ്ങളാണ്. ഒരു പൗരനുള്ള ഒരു അവകാശങ്ങളാണ് നമുക്കവിടെ കാണിക്കാൻ പറ്റുന്നത്. അവൻ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും ഒക്കെ ഉള്ള അവകാശമാണ് പ്രധാനമായിട്ടും ആ ഒരു വകുപ്പുകളിൽ വരുന്നത്. അപ്പോൾ തനിക്കിഷ്ടമുള്ള മതം അവൻ വിശ്വസിക്കട്ടെ. എനിക്കിപ്പോൾ ബൈബിളാണ് വായിക്കാൻ താല്പര്യമെങ്കിൽ ഞാനത് വായിക്കട്ടെ. ഇപ്പോൾ താങ്കൾക്കിപ്പോൾ ഖുറാനാണ് അല്ലെങ്കിൽ ഗീതയാണ് വായിക്കാൻ താല്പര്യമെങ്കിൽ അത് വായിക്കട്ടെ. എന്തിനാണ് ഒരു ജനാധിപത്യ രാജ്യത്തിരിക്കുന്ന ഒരു അധികാരി വന്നിട്ട് പറയുന്നത്, നിങ്ങൾ ഇത് വായിക്കൂ, നിങ്ങൾ നല്ലവരാവും, രക്ഷപ്പെടും എന്നുള്ള കാര്യം? അല്ലെങ്കിൽ പൊതുവേ പറയാം, നിങ്ങളെല്ലാ മതഗ്രന്ഥങ്ങളും വായിക്കൂ, നിങ്ങൾക്ക് നന്മയുണ്ടാവും. അത് മാത്രമല്ല, നമ്മളുടെ ഭരണഘടനയുടെ 51-ാം വകുപ്പ് അതിലും കൂടെ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വിദ്യാർത്ഥികളിൽ അല്ലെങ്കിൽ പൗരന്മാരിൽ ശാസ്ത്രീയ ബോധം, ചിന്തിക്കാനുള്ളൊരു കഴിവും കൂടെ, അല്ലെങ്കിൽ ശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കാനും അത് ചോദ്യം ചെയ്യാനുള്ള ഒരു അവകാശം കൂടെ ഉണ്ട്, അല്ലെങ്കിൽ റൈറ്റ് ഉണ്ട് എന്നുള്ളതും കൂടെ അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഗീതയിൽ തന്നെ പറയുന്നുണ്ടെന്നേ, ഇപ്പോൾ വിശ്വാസിയും അവിശ്വാസിയും എല്ലാം എനിക്കൊരുപോലെയാണെന്ന് അവിടെ അതിൽ തന്നെ പറയുന്നുണ്ട്. ഇവിടെ ഒരു വിഭാഗത്തെ മാത്രം ഉയർത്തിക്കാണിക്കുക എന്നുള്ളത് അതൊരു ഹിന്ദുത്വ അജണ്ടയാണ്. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു വിശ്വാസി എന്നത് തൻ്റെ വിശ്വാസങ്ങളെ പരിപാലിക്കുന്നവരും മറ്റു മതങ്ങളുടെ വിശ്വാസങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നവരുമാണ്, അല്ലെ, ബഹുമാനിക്കുന്നവരുമാണ് യഥാർത്ഥ ഒരു വിശ്വാസി എന്ന് പറയുന്നത്. അല്ലാതെ എൻ്റെ മതങ്ങളെ വിശ്വസിച്ച് എൻ്റെ മതമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മതം, മറ്റുള്ളവന്മാരെയൊക്കെ അടിച്ചേൽപ്പിക്കും, അവന്മാരൊക്കെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ്, അല്ലെങ്കിൽ അവരൊന്നും അല്ല, അവരുടെ മതം മോശമാണ് എന്നൊക്കെ പറയുന്ന അത്തരം പ്രവണതകളൊക്കെ ഒരു വർഗീയവാദിക്ക് അങ്ങനെയുള്ള സംസാരങ്ങളിലേക്ക് അത് പോവുകയുള്ളൂ. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു ജനാധിപത്യ രാജ്യത്തുള്ള ഒരു ആഭ്യന്തരമന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ, ഏറ്റവും അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് വന്ന് പറഞ്ഞിട്ടുള്ളത് ഗീത വായിക്കണം, ഗീത വായിക്കുന്നതിലൂടെ ഇത്തരം മോശം സ്വഭാവങ്ങളൊക്കെ അവസാനിക്കുമെന്ന്. അതുപോലെ ഇത് പറയാനിടയായ ഒരു സാഹചര്യം ഒന്ന് നോക്കുക. ഇത് എങ്ങനെയാണ് പറയാനായിട്ട് അദ്ദേഹം തുടങ്ങുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ട CJP പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ CJP സമരത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചു എന്ന് പറയുന്നതിലൊക്കെ വന്നുകൊണ്ട് അദ്ദേഹം ഒരു മറുപടി എന്ന വണ്ണം ഒരു വീഡിയോ ചെയ്തിരുന്നു.
എല്ലാവർക്കും മാപ്പ് പറഞ്ഞുകൊണ്ടായിരുന്നു ആ വീഡിയോയിൽ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളടക്കം അതായിരുന്നു. അതായത് എന്നെയും എൻ്റെ അമ്മയെയും ഒക്കെ അധിക്ഷേപിച്ചവർക്ക് ഞാൻ മാപ്പ് നൽകുന്നു, തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല, കെട്ടിപ്പിടിച്ചാലൊക്കെ നമുക്കൊന്ന് നല്ല രീതിയിൽ സംസാരിച്ചാൽ നമുക്ക് തെറ്റൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ എന്നാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് പിന്നാലെയാണ് അമിത്ഷായുടെ ഈ ഒരു മറുപടിയും കൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആകെ യുവാക്കളെ തെറ്റുകാരായി ചിത്രീകരിക്കുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യുവാക്കൾ എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ജെൻസി പ്രൊട്ടസ്റ്റ് ഒക്കെ നടത്തിയവരെല്ലാവരും തെറ്റ് നിരന്തരം ചെയ്യുന്നവരാണ്, ഇവരൊന്നും യഥാർത്ഥ വഴിയിലല്ല സഞ്ചരിക്കുന്നത്, ഇവരൊക്കെ സ്വാതന്ത്ര്യം വളരെയധികം ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പോൾ കങ്കണ റണൗട്ടൊക്കെ അങ്ങനെയാണ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അമിത സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ്, അച്ഛനും അമ്മയിൽ നിന്നൊക്കെ അവരെ ഒന്നും സ്നേഹിക്കാതെ അല്ലെങ്കിൽ അവരെ ഒന്നും അനുസരിക്കാതെ അങ്ങനെ ജീവിക്കുന്നവരാണ് ഈ പറയുന്ന സമരത്തിൽ ഇറങ്ങിയതെന്നൊക്കെയാണ് ഇവരൊക്കെ തന്നെയും സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയും കൂടെ ഭാഗമായിട്ടാണ് അമിത്ഷാ ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്. അപ്പോൾ യുവാക്കളെ ആകെ ഭിന്നിപ്പിക്കുക, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ യുവാക്കളെല്ലാം മോശമാണ്. ഇപ്പോൾ ഇതിൻ്റെ തുടക്കം എവിടുന്ന ജസ്റ്റിസ് സൂര്യകാന്ത് സൂചിപ്പിക്കുന്നു, പാറ്റകളാണ് നമ്മുടെ രാജ്യത്തെ യുവാക്കൾ എന്ന് സൂചിപ്പിക്കുന്നു. ഇതിൻ്റെയൊക്കെ പിന്നാലെയാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇതേ രീതി തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന BJP നേതാക്കളെല്ലാവരും. യുവാക്കളെ മോശക്കാരായി ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് ഇവർ മാറുന്നു. ഇപ്പോൾ ഈ പറയുന്നതിൻ്റെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ മോദി പറഞ്ഞതും അമിത്ഷാ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു സാരാംശം പരിശോധിച്ചാൽ യുവാക്കളെയാണ് പ്രശ്നക്കാരാക്കി അവർ മാറ്റിയിരിക്കുന്നത്. അതെ, നമ്മളുടെ യുവാക്കൾ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഒരു 50% വരുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് യുവാക്കൾ തന്നെയാണ്. അപ്പോൾ പുതിയ കാലത്തിൽ അവർ ഓരോ കാര്യം ചോദ്യം ചെയ്യും. ശാസ്ത്രബോധം വളർത്താനുള്ളൊരു അവകാശം നമ്മളുടെ ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ടെന്നേ. യുവാക്കൾക്ക് വേണ്ടിയായാലും എവിടെ ആയാലും കൃത്യമായൊരു അവകാശം അവരോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ യുവാക്കൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും, പല കാര്യങ്ങളും ചോദ്യം ചെയ്യും. അതിന് നമ്മൾ അവരെ ചോദ്യം ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ പഴയ ആളുകൾക്ക് അത് അത്ര അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. കാര്യങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ അവർക്കത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇവരെന്തെങ്ങനെ സംസാരിക്കുന്നത്, അങ്ങനെയാണെന്നേ. പുതിയ കാലത്തെ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ചോദ്യം ചെയ്യും. അതിനെ നമുക്ക് തർക്കുത്തരമെന്നോ അല്ലെങ്കിൽ തല്ലുള്ളിത്തരമെന്നോ എന്നൊക്കെ എന്ത് വേണേലും പറയാം. ഇവിടെ ചോദിക്കുന്നത് പുതിയ കാലത്തിൻ്റെ അല്ലെങ്കിൽ യുക്തിബോധം വളർത്തിയെടുക്കാനുള്ള പോരാട്ടമായിട്ടാണ് ഞാൻ കാണുന്നതിനെ. വിഷ്ണു ഭഗവത്ഗീത വായിച്ചിട്ടുണ്ട്. എന്താണ് അതിൽ പറയുന്നത്? പ്രധാനമായും യുദ്ധത്തിനിറങ്ങുന്ന തൻ്റെ ഒരു ബന്ധുക്കൾക്കെതിരെ അല്ലെങ്കിൽ യുദ്ധത്തിനിറങ്ങുന്ന അർജുനനോട് കൃഷ്ണൻ ഉപദേശിച്ചു കൊടുക്കുന്ന പ്രധാനമായ വാക്യങ്ങളാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? അപ്പോൾ ഈ അർജുനൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്കെതിരെ, അപ്പുറത്ത് നിൽക്കുന്നവരെല്ലാം എൻ്റെ പ്രിയപ്പെട്ടവരാണ്, എൻ്റെ ചേട്ടൻ്റെ അല്ലെങ്കിൽ അച്ഛൻ്റെ അനിയൻ്റെ മക്കളും എല്ലാവരുമാണ് നിൽക്കുന്നത്, ഇവർക്കെതിരെ ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യും എന്നുള്ള കാര്യം കൃഷ്ണനോട് ചോദിക്കുമ്പോൾ, നിനക്ക് പ്രിയപ്പെട്ടവരായിരുന്നുവെങ്കിൽ അവർ നിനക്കെതിരെ വരില്ലായിരുന്നു എന്നുള്ളതാണ് കൃഷ്ണൻ അവിടെ വന്ന് പറയുന്നത്. അപ്പോൾ പോരാടുക, യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ നിനക്ക് പ്രിയപ്പെട്ടവരായിരുന്നെങ്കിൽ ഒരിക്കലും നിൻ്റെ എതിരെ അവർ വരില്ലായിരുന്നു. അപ്പോൾ പോരാടുക, നിന്നോട് യുദ്ധം ചെയ്യുക എന്ന് തന്നെയാണ് അവിടെ പറയുന്ന ഒരു കാര്യം അതാണ്. അപ്പോൾ അത് മാത്രമല്ല, നിരവധി കാര്യങ്ങൾ അവിടെ ഗീതയിൽ പറയുന്നുണ്ട്. അതിൻ്റെ സാരാംശം ഒരുപാട് വായിക്കാൻ നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് അറിവില്ല, പക്ഷെ നിരവധി സാരാംശം അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രശ്നമായിരിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അധികാരി ഇവിടെ വന്ന് പറഞ്ഞത് തന്നെയാണ് ഇത്തരം സാഹചര്യങ്ങളിലേക്ക് ഇത് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ രാജ്യത്തെ എല്ലാ പൗരന്മാരെയും ഇതിലേക്ക് കൊണ്ടുപോകുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്നുള്ളതാണ്. അപ്പോൾ അത്തരം രാജ്യങ്ങളിലെ ഒരു ഭരണാധികാരി ഇങ്ങനെ വന്ന് പറയുമ്പോൾ അത് ആ രാജ്യത്തിലെ തന്നെ ഒരുപാട് പേരെ ആ ഒരു ജനാധിപത്യം എന്ന ആശയത്തെ തന്നെ ഹനിക്കപ്പെടുന്നതാണ്, അല്ലേ? ഇതൊരു ഹിന്ദുത്വ അജണ്ട എല്ലാവരിലേക്കും അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടമായിട്ടാണ് എനിക്ക് കാണുന്നത്. ഇത്തരം ജനപ്രതിനിധികൾ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം രീതികൾ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധ പാലിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.